ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു പ്രോബ്ലം പറഞ്ഞിട്ടായിരുന്നു. ആ പ്രോബ്ലം രണ്ട് സെനർ ഡയോഡ് വെച്ചിട്ടുള്ള പ്രോബ്ലം ആയിരുന്നു. അപ്പം രണ്ട് സെനർ ഡയോഡ് ബാക്ക് ടു ബാക്ക് റിവേഴ്സ് കണ്ടീഷനിൽ വയ്ക്കുമ്പോൾ അതിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനും ബിലോ ആയിട്ടൊരു വോൾട്ടേജ് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ വോൾട്ടേജ് അക്രോസ് ഈച്ച് ഡയോഡ് എന്നാണ് നമ്മൾ നോക്കിയത്. അപ്പം നിങ്ങളത് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടിയായിരുന്നോ? ആ പ്രോബ്ലം ചെയ്തതിൻ്റെ ഇനീഷ്യലി ബ്രേക്ക് ഡൗൺ വോൾട്ടേജിന് നേക്കാൾ എക്സീഡ് ചെയ്യുന്നൊരു വോൾട്ടേജ് ഇനീഷ്യലി നമ്മുടെ ഫസ്റ്റ് കണ്ടീഷനിൽ ആ പ്രോബ്ലത്തിൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഓഫ് ഈച്ച് ഡയോഡ് ഈസ് 9.8 വോൾട്ടേജ് ആയിരുന്നു. അതിനകത്ത് നമ്മൾ 10 വോൾട്ടേജ് സപ്ലൈ ആയിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ 10 വോൾട്ടേജ് സപ്ലൈ കൊടുത്തിരുന്നു കഴിഞ്ഞപ്പം നമുക്ക് എത്രയാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്? 9.8 വോൾട്ടേജ് ആണ് ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ ബ്രേക്ക് ഡൗൺ റിവേഴ്സ് കണ്ടീഷനിലുള്ള സെനർ ഡയോഡിനെ ക്രോസ് 9.8 വോൾട്ടേജും റിമൈനിങ് ആയിട്ടുള്ള 0.2 വോൾട്ടേജ് അതിനെ ക്രോസ് ആയിട്ടായിരിക്കും കിട്ടുക, അടുത്ത ഡയോഡിനെ ക്രോസ് ആയിട്ട്. പക്ഷേ അതിനേക്കാൾ എക്സീഡ് ചെയ്യുന്നൊരു വോൾട്ടേജ് ആണെങ്കിൽ നമ്മൾ ഇതിന് സിമിലർ ആയിട്ടൊരു പ്രോബ്ലം ചെയ്തായിരുന്നു. അപ്പം നിങ്ങൾക്ക് കിട്ടിയായിരുന്നു അതിൻ്റെ വോൾട്ടേജ് അക്രോസ് V1 ആൻഡ് വോൾട്ടേജ് അക്രോസ് V2 കിട്ടിയായിരുന്നു. അതിനകത്ത് കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇൻ ദിസ് ക്ലാസ് നമ്മൾ ഈ ക്ലാസ്സിനകത്ത് നമ്മൾ ഡയോഡിൻ്റെ വേറൊരു ആപ്ലിക്കേഷൻ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ദറ്റ് ഈസ് ക്ലിപ്പിംഗ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ക്ലിപ്പർ സർക്യൂട്ട്സിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്ലിപ്പർ സർക്യൂട്ട്സുകൾ നിങ്ങൾക്ക് മിക്കപ്പോഴും അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക വേവ് ഫോം തന്നിട്ട്, ഒരു വേവ് ഫോം തന്നിട്ട് ഈ വേവ് ഫോം തരുന്ന ക്ലിപ്പർ സർക്യൂട്ട് ഏതാണെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഒരു ക്ലിപ്പർ സർക്യൂട്ട് തന്നിട്ട് ഒരു ഇൻപുട്ട് വേവ് ഫോം കൊടുക്കും, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വേവ് ഫോം എന്താണെന്ന് കണ്ടുപിടിക്കുക. അതുപോലത്തെ കാര്യങ്ങളാണ് ക്ലിപ്പർ സർക്യൂട്ട്സിൽ സാധാരണ വരിക. ഓക്കെ, സോ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ക്ലിപ്പർ സർക്യൂട്ട്. ക്ലിപ്പർ സർക്യൂട്ടിൻ്റെ പേര് തന്നെ ഉണ്ട്, അതെന്ത് സർക്യൂട്ടാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിപ്പർ സർക്യൂട്ട് ക്ലിപ്പ് ചെയ്യും, അല്ലെങ്കിൽ ക്ലിപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ റിമൂവ് ചെയ്യുക എ പോർഷൻ ഓഫ് ഇൻപുട്ട് വേവ് ഫോം. ആ ടൈപ്പ് സർക്യൂട്ടിനെയാണ് നമ്മൾ ക്ലിപ്പർ സർക്യൂട്ട് എന്ന് പറയുക. ക്ലിപ്പർ സർക്യൂട്ട്സ് or remove a portion of input waveform. ഇൻപുട്ട് വേവ് ഫോമിൻ്റെ ഒരു പോർഷൻ ക്ലിപ്പ് ചെയ്യുക. നമ്മൾ ഹാഫ് വേവ് റെക്ടിഫയർ ഒക്കെ നമ്മൾ നോക്കിയായിരുന്നു. ഹാഫ് വേവ് റെക്ടിഫയർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ക്ലിപ്പർ സർക്യൂട്ടാണ്. അത് റിമൂവ് ചെയ്യും, ഒരു പോർഷൻ ഓഫ് ഇൻപുട്ടിൻ്റെ വേവ് ഫോം റിമൂവ് ചെയ്യും. നമുക്കറിയാം, ഇപ്പം ഒരു ഡയോഡ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയോഡിലൂടെ അത് യൂണി ഡയറക്ഷൻ കറണ്ട് മാത്രമേ അത് ഫ്ലോ ചെയ്യാനായിട്ട് അനുവദിക്കുകയുള്ളൂ. സോ അത് ഏത് ഡയറക്ഷനിലാണോ ഫ്ലോ ചെയ്യാൻ അനുവദിക്കുന്നത്, ബാക്കി ഡയറക്ഷനിൽ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് സൈക്കിളോ ഐദർ പോസിറ്റീവ് സൈക്കിൾ ഓർ നെഗറ്റീവ് സൈക്കിൾ വിൽ ക്ലിപ്പ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഡയറക്ഷൻ ഓഫ് ദി ഡയോഡ്. ഡയോഡിൻ്റെ ഡയറക്ഷൻ ഏത് ഡയറക്ഷനിലാണ് വെച്ചിരിക്കുന്നതെന്ന് വെച്ച് അത് ഒരു ക്ലിപ്പ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ബേസിക്കലി ക്ലിപ്പർ സർക്യൂട്ട് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് ക്ലിപ്പർ സർക്യൂട്ട്. ഓക്കെ, ഫസ്റ്റ് ഈസ് പോസിറ്റീവ് ക്ലിപ്പർ. ഇതിൻ്റെയൊക്കെ പേര് തന്നെയുണ്ട് എന്താണെന്ന്. പോസിറ്റീവ് ക്ലിപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് സൈഡ് ക്ലിപ്പ് ചെയ്യുന്ന ക്ലിപ്പർ സർക്യൂട്ടാണ് പോസിറ്റീവ് ക്ലിപ്പർ. ഓക്കെ, സോ നമുക്ക് നെഗറ്റീവ് ക്ലിപ്പറും ഉണ്ടാവും. നെഗറ്റീവ് സൈഡ് ക്ലിപ്പ് ഓഫ് ചെയ്യുന്നതാണ്. ആൻഡ് വി ക്യാൻ ഹാവ് ബയാസ്ഡ് ക്ലിപ്പർ. അപ്പോൾ പോസിറ്റീവ് വേവ് ഫുള്ള് ക്ലിപ്പ് ഓഫ് ചെയ്ത് കളയും, നെഗറ്റീവ് സൈഡ് ഫുള്ള് ക്ലിപ്പ് ഓഫ് ചെയ്ത് കളയും. ദെൻ നമുക്ക് ഒരു പോർഷൻ
പോസിറ്റീവ് സൈക്കിളിൻ്റെ നെഗറ്റീവ് സൈക്കിളിൻ്റെ ഒരു പോർഷൻ മാത്രം ക്ലിപ്പ് ചെയ്ത് കഴിയണമെങ്കിൽ നമ്മൾ ബയാസ്ഡ് ക്ലിപ്പർ സർക്യൂട്ട്സുകളാണ് ഉപയോഗിക്കുക. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി എന്താണ് ബയാസ്ഡ് ക്ലിപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ then we can have combination clipper. ഓക്കെ, ഈ ടൈപ്പിലാണ് നമ്മൾ 4 ക്ലിപ്പർ സർക്യൂട്ട്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് പോസിറ്റീവ് ക്ലിപ്പർ തന്നെ 2 ടൈപ്പായിരിക്കും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ക്ലിപ്പർ മാത്രമല്ല, എല്ലാ ക്ലിപ്പേഴ്സും 2ആയിട്ടായിരിക്കും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സീരീസ് ഓർ ഷണ്ട്. ഷണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരലൽ ടൈപ്പാണ്. പാരലലിൻ്റെ വേറെ പേരാണ് ഷണ്ട് എന്ന് പറയുന്നത്. സീരീസ് ഓർ ഷണ്ട്. സീരീസ് ആൻഡ് ഷണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം, ഒരു ക്ലിപ്പർ സർക്യൂട്ടിൽ ഞാൻ പറഞ്ഞു, നമ്മളൊരു റെക്ടിഫയർ സർക്യൂട്ട്, ഹാഫ് വെയർ റെക്ടിഫയർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ക്ലിപ്പർ സർക്യൂട്ടാണെന്ന് പറയാം. അപ്പോൾ അതിനകത്ത് ബേസിക്കലി ഒരു ക്ലിപ്പർ സർക്യൂട്ടിൽ ഉണ്ടാവുക, ഒരു ക്ലിപ്പർ സർക്യൂട്ട് എന്ന് പറയുന്നത് അതിനകത്തൊരു ഡയോഡ് ഉണ്ടാവും ഉറപ്പായിട്ടും. ഡയോഡ് യൂണിഡയറക്ഷണൽ, ഞാൻ ആദ്യമേ പറഞ്ഞു, ഡയോഡ് യൂണിഡയറക്ഷണൽ കറണ്ട് മാത്രമേ കടത്തി വിടുകയുള്ളൂ. അതിൻ്റെ ആ വർക്കിംഗ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഇത് ക്ലിപ്പ് ഓഫ് ചെയ്ത് കളയുന്നത്. ദെൻ പ്ലസ് റെസിസ്റ്റർ ഉണ്ടാവും. അപ്പോൾ എല്ലാ സർക്യൂട്ടിലും തന്നെ ഒരു ഡയോഡ് പ്ലസ് റെസിസ്റ്ററിൻ്റെ കോമ്പിനേഷൻ സർക്യൂട്ട്സ് ആയിരിക്കും ക്ലിപ്പർ സർക്യൂട്ട്സിൽ ഉപയോഗിക്കുക. ബയാസ്ഡ് ക്ലിപ്പറിലൊക്കെ ഒരു ബയാസിങ് ഉണ്ടാവും, അതായത് ഒരു DC വോൾട്ടേജ് കൊടുക്കുന്നുണ്ടാവും ബയാസ്ഡ് ക്ലിപ്പർ സർക്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം. എന്താണ്, ഇതിൻ്റെ എല്ലാ ക്ലിപ്പർ സർക്യൂട്ടിലും ഒരു ഡയോഡ് പ്ലസ് റെസിസ്റ്റർ സർക്യൂട്ടായിരിക്കും ക്ലിപ്പർ സർക്യൂട്ടിൽ ഉണ്ടാവുക. ഓക്കെ, സോ ഈ സീരീസ് ഓർ ഷണ്ട് എന്ന് പറയുന്നത് ഡയോഡിൻ്റെ പൊസിഷനാണ് പറയുന്നത്. ഡയോഡ് സീരീസ് ആയിട്ടാണോ ഷണ്ട് ആയിട്ടാണോ കണക്ട് ചെയ്തിരിക്കുന്നതെന്ന്. ഓക്കെ, നമുക്ക് 1-2 എക്സാമ്പിൾ നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുക എന്താണെന്ന് ഇതായിട്ട് ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഡയോഡിൻ്റെ പ്രോപ്പർട്ടി നമുക്കറിയാം. ഈ ഡയോഡിൻ്റെ പ്രോപ്പർട്ടി അത് യൂണിഡയറക്ഷണൽ കറണ്ട് മാത്രമാണ് അത് കടത്തി വിടുകയുള്ളൂ. അതിപ്പോൾ അത് ഫോർവേഡ് ബയാസിൽ ഐഡിയൽ കണ്ടീഷനിൽ, ഡയോഡിന് ഐഡിയൽ കണ്ടീഷനിൽ ഫോർവേഡ് ബയാസിൽ അത് കണ്ടക്ട് ചെയ്യും. ഇറ്റ് ആക്ട് ആസ് എ ഫോർവേഡ് ബയാസ്. ഇറ്റ് ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുക. സോ കൺസിഡർ diode in forward bias, it acts as a closed switch. So it will conduct current. In reverse bias, it will not conduct current. It will act as a open switch that we already discussed in a previous session. It acts as an open switch. So current will not flow in reverse biased condition of diode. Diode condition reverse bias conduct ചെയ്യില്ല. ഓക്കെ, സോ നമ്മൾ പറഞ്ഞത് പോസിറ്റീവ് ക്ലിപ്പർ ഉണ്ട്, നെഗറ്റീവ് ക്ലിപ്പർ ഉണ്ട്, ബയാസ്ഡ് ക്ലിപ്പർ ഉണ്ട്, കോമ്പിനേഷൻ ക്ലിപ്പർ ഉണ്ട്, അങ്ങനത്തെ ക്ലിപ്പറുകളുണ്ട്. അതിനകത്ത് പോസിറ്റീവ് ക്ലിപ്പറിൽ തന്നെ സീരീസ് ആൻഡ് ഷണ്ട് ഉണ്ട്. നമുക്കൊരു പോസിറ്റീവ് സീരീസ് ക്ലിപ്പർ നോക്കാം. ആദ്യം തന്നെ ഫസ്റ്റ് എക്സാമ്പിൾ ഈസ് പോസിറ്റീവ് സീരീസ് ക്ലിപ്പർ. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഏറ്റവും സിമ്പിളാണ്. നമുക്ക് ഇതിൻ്റെ തിയറി അറിയാമെങ്കിൽ മാത്രമാണ് ഇനി നമുക്ക് വരുന്ന പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ചിരിക്കണം. പോസിറ്റീവ് സീരീസ് ക്ലിപ്പർ. ഓക്കെ, അപ്പോൾ എന്താണ് പോസിറ്റീവ് ക്ലിപ്പറാണ്, അതായത് പോസിറ്റീവ് പോർഷൻ ഓഫ് ദ ഇൻപുട്ട് വേവ് വിൽ ക്ലിപ്പ് ഓഫ് ചെയ്യും. സീരീസ് ക്ലിപ്പറാണ്. സീരീസ് ക്ലിപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയോഡിന് സീരീസ് കണ്ടീഷനിലാണ്. സോ വി ക്യാൻ ഹാവ് സർക്യൂട്ട്. This is my circuit. This is the load resistor. This is my diode, and here we apply input, and here we take output. Okay, if you consider I am applying a sinusoidal signal. Positive, negative cycle. You have positive cycle, negative cycle, positive cycle. This is my input.
what about my output? So my out. Okay. In positive cycle എന്താണ് സംഭവിക്കുക? In positive cycle, here top position positive and bottom position negative ആയിരിക്കും. Positive potential ഈ positive cycle position. In positive potential, this diode is in the reverse bias. This diode is in the reverse bias ആയ കാരണം diode is act as an open switch. So open switch ആയ കാരണം there is no current will flow through the load resistor. Load resistor current flow ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ഒന്നും ഉണ്ടാവില്ല. So at that, so this is 0 to pi, pi to 2 pi, then again 3 pi, it goes like that. In 0 to pi, we will not have any waveform. 0 to pi. Then we can have pi to 2 pi, pi to 2 pi, that is a negative cycle. Here it is negative and here it is positive. And from pi to 2 pi, this diode can be in forward bias. So in forward bias, it acts as a closed switch. So whatever the input, that we will get in the output. Okay. So simply this is a rectifier type circuit. So this is a positive series clipper. Here the diode is connected in like in a series form. So series formula it's a positive series clipper. Positive series clipper. The positive side is clip off, and only we can have the negative side. So what is the transfer curve of this positive clipper? That is also very important. നമുക്ക് ഈ ക്ലിപ്പർ സർക്യൂട്ടിലൊക്കെ ഐദർ ദിസ് വേവ് ഫോം ആയിരിക്കും തരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഒരു ട്രാൻസ്ഫർ കർവ് ആയിരിക്കും തരുന്നത്. എന്താണ് ട്രാൻസ്ഫർ കർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രാൻസ്ഫർ കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷനാണ് പറയുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ പറയുന്ന കർവാണ് ട്രാൻസ്ഫർ കർവ്. അപ്പോൾ ഒരു ട്രാൻസ്ഫർ കർവ് ഉണ്ടെങ്കിൽ നമുക്ക് വേവ് ഫോം വരയ്ക്കാം, അല്ലെങ്കിൽ ഒരു വേവ് ഫോം ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോം തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസ്ഫർ കർവ് ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഇതിനകത്ത് ട്രാൻസ്ഫർ കർവ് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും input is in x-axis, this is my input, and output is in y-axis, this is in y-axis. Here if we input the positive cycle, here it is positive and here it is negative, here it is positive and here it is negative. അപ്പോൾ പോസിറ്റീവ് സൈക്കിൾ എന്താണ്? പോസിറ്റീവ് സൈക്കിളിൽ സിഗ്നൽ ഒന്നുമില്ല. അപ്പം 0 to pi പോസിറ്റീവ് സൈക്കിളിലാണ്. 0 to pi ഇൻക്രീസ് ചെയ്യുമ്പോൾ, വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, ദിസ് ഈസ് വോൾട്ടേജിൻ്റെ ഫോമിൽ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഒന്നുമില്ല. സോ വി വിൽ ഗെറ്റ് എ ബേസ് ലൈൻ ലൈക്ക് ദിസ് ഇൻ എക്സ് ആക്സിസ്, കാരണം ഔട്ട്പുട്ട് 0 വോൾട്ടേജ് ആണ്. നെഗറ്റീവ് സൈക്കിൾ pi to 2 piയിൽ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ലീനിയർ ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയാണ്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. അപ്പോൾ ലീനിയർ ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സ്ലോപ്പ് ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ നെഗറ്റീവ്ലി ഇൻക്രീസ് ചെയ്യുമ്പോൾ നെഗറ്റീവ്ലി തന്നെ ഔട്ട്പുട്ട്. സോ ദിസ് ഈസ് മൈ ഇൻപുട്ട്. We can be represented as V in, and here it is V out. If you represent like this, so this is plus V in, minus V in, plus V out, minus V out. So minus V in minus V out കിട്ടും, plus V in V out will be always 0 ആയിരിക്കും. So this transfer curve, ഈ ട്രാൻസ്ഫർ കർവിൽ നിന്ന് നമുക്ക് ഈ വേവ് ഫോം വരയ്ക്കാൻ പറ്റും. ഈ വേവ് ഫോമിൽ നിന്ന് നമുക്ക് ഈ ട്രാൻസ്ഫർ കർവ്, ട്രാൻസ്ഫർ റിലേഷൻ, ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷനും നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മിക്ക പ്രോബ്ലത്തിനും ട്രാൻസ്ഫർ കർവായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള പ്രോബ്ലത്തിലൊക്കെ നമുക്ക് ട്രാൻസ്ഫർ കർവോടെ ചെയ്ത് നമുക്ക് പോകാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് എ പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് എ സീരീസ് ക്ലിപ്പർ. ഡയോഡിൻ്റെ പൊസിഷൻ സീരീസ് ആണ്. സോ ദ ഡയോഡ് പൊസിഷൻ ഈസ് ഇൻ സീരീസ്. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് സീരീസ് പോസിറ്റീവ് ക്ലിപ്പർ. ഇനി തന്നെ ഒരു പോസിറ്റീവ് ക്ലിപ്പർ ഷണ്ട് ക്ലിപ്പർ എങ്ങനെയാണ് എന്ന് നമുക്ക് ഇത് നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ. പോസിറ്റീവ് ഷണ്ട് ക്ലിപ്പർ. Shunt clipper means it is
in parallel. The diode position is in parallel. Here it is. Okay, here I am applying V in and we take V out. Parallel. The diode is in parallel circuit. കഴിഞ്ഞ പ്രോബ്ലത്തിൽ സീരീസ് ആയിട്ടായിരുന്നു ഡയോഡ് ഇവിടെയായിരുന്നു കണക്ട് ചെയ്ത്. So diode resistor. So here I am applying V in. So what happened in the positive and negative cycles of input voltage V in? So this is my V in. This is my cycle, that is 0 to pi, pi to 2 pi, again 3 pi. It goes like that. Positive cycle, negative cycle. This is the positive cycle. So this is V in, so 0 voltage. And this is my V out. V out. In positive cycle, what will happen? This diode is in forward bias. This diode is in forward bias means it will act as a closed switch. Closed switch ആയിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ it's a conducting line. ക്ലോസ്ഡ് സ്വിച്ചിനെ ക്ലോസ് ആയിട്ട് വി ഔട്ട് ഉണ്ടാവും. വി ഔട്ട് ഉണ്ടാവില്ല. കാരണം എന്താണ്? ദർ വിൽ ബി നോ വോൾട്ടേജ് ഡ്രോപ്പ്. വോൾട്ടേജ് ഡ്രോപ്പ് ഒന്നും ഉണ്ടാവില്ല. കാരണം വി ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ I ഇൻറ്റു ആർ ആണ് വി എന്ന് പറയുന്നത്. ഹിയർ ആർ ഈസ് 0 ബിക്കോസ് ഇറ്റ്സ് ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. ആർ 0 ആയ കാരണം ദർ ഈസ് നോ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ഇനി പോസിറ്റീവ് സൈക്കിൾ ഫോർവേഡ് ബയാസിൽ ക്ലോസ്ഡ് സ്വിച്ച് ആയ കാരണം നമുക്ക് 0 to പൈയിൽ സിഗ്നൽസ് ഒന്നും ഉണ്ടാവില്ല. So it will be a flat line like this. And pi to 2 pi it will be act as an open switch. Open switch ആയ കാരണം R is infinite ആണ്. There will be no resistance. There will be a huge resistance. Open circuit എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് റെസിസ്റ്റർ വെച്ച പോലെ തന്നെയാണ്. അതിനർത്ഥം ഇവിടെ സർക്യൂട്ട് ഇല്ല എന്നാണ്. സർക്യൂട്ട് ഉണ്ടെങ്കിൽ എന്താണോ വി ഇൻ അത് തന്നെയായിരിക്കും വി ഔട്ട് കിട്ടുക. So in negative cycle you will get like this. Negative cycle it will like this. So you will get a signal in the negative cycle. In positive cycle again we will not get any signal because it acts as a closed switch. അപ്പോൾ പോസിറ്റീവ് ഷണ്ട് ക്ലിപ്പറിൽ പോസിറ്റീവ് ക്ലിപ്പറാണ്, പോസിറ്റീവ് സൈഡ് ഷണ്ടാണ്, കാരണം ഡയോഡ് ഇൻ പാരലലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഇത് രണ്ടോടെ കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇൻ സീരീസ് ക്ലിപ്പറിൽ whenever the diode is in forward bias ആകുമ്പോൾ മാത്രമാണ് ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. കാരണം എന്നാൽ മാത്രമേ കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. കാരണം സീരീസ് സൈഡിൽ ഓപ്പൺ സ്വിച്ച് ആണെങ്കിൽ ഔട്ട്പുട്ട് കിട്ടില്ല, ഇവിടെ ഒരു സർക്യൂട്ട് ബ്രേക്ക് ആയിട്ടിരിക്കും. ബട്ട് ഇൻ ഷണ്ട് ടൈപ്പിൽ പാരലൽ ടൈപ്പിൽ whenever ക്ലോസ്ഡ് ആവുന്നു അപ്പോൾ മാത്രമാണ് ഔട്ട്പുട്ട് കിട്ടാത്തുള്ളൂ. കാരണം നമ്മൾ ഔട്ട്പുട്ട് അതിനെ ക്ലോസ് ആയിട്ടാണ് എടുക്കുന്നത്. അവിടെ റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ ഔട്ട്പുട്ട് കിട്ടില്ല. കാരണം ഒരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ക്ലിയർ ആയല്ലോ. അപ്പോൾ പോസിറ്റീവ് ആൻഡ് സീരീസ് ആൻഡ് ഷണ്ട് ക്ലിപ്പറിൽ ഒൺലി ഡിഫറൻസ് എന്ന് പറയുന്നത് സീരീസ് ക്ലിപ്പറിൽ ക്ലോസ്ഡ് സ്വിച്ച് ആകുമ്പോൾ മാത്രമേ ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. കാരണം അല്ലെങ്കിൽ സർക്യൂട്ട് ബ്രേക്ക് ആയിരിക്കും. ഷണ്ട് ക്ലിപ്പറിൽ എപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നു അപ്പോൾ മാത്രമേ ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. കാരണം അതിന് ക്രോസ് ആയിട്ടാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇനി ചെയ്യാവുന്നേ ഉള്ളൂ. നെഗറ്റീവ് സീരീസ് ആൻഡ് ഷണ്ട് ക്ലിപ്പർ നിങ്ങൾ തന്നെ ചെയ്തു നോക്കുക. ഡയോഡിൻ്റെ പൊസിഷൻ മാറുന്നു മാത്രമേ ഉള്ളൂ, നിങ്ങൾ തന്നെ ചെയ്തു നോക്കുക. ഓക്കെ, ഞാനത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇനി അതിനകത്ത് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ ഈ ഐഡിയ? ഓക്കെ, അപ്പോൾ നിങ്ങൾ തന്നെ നെഗറ്റീവ് ക്ലിപ്പർ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കും. ഓക്കെ, ദെൻ വി കൻ ഗോ ഫോർ ബയാസ്ഡ് ക്ലിപ്പർ. ബയാസ്ഡ് ക്ലിപ്പറിനും ഇതുപോലെ തന്നെ സീരീസ് ആൻഡ് ഷണ്ട് ക്ലിപ്പേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ ഗോ ഫോർ ബയാസ്ഡ് സീരീസ് ക്ലിപ്പർ. ബയാസ്ഡ് So in biased series clipper, we know that it's a series clipper, so the diode position series ആയിരിക്കും. ഒരു ബയാസിങ് ഉണ്ടാവും. ബയാസിങ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വോൾട്ടേജും കൊടുത്തുണ്ടാവും. ഓക്കെ, സോ വി ക്യാൻ ഇനീഷ്യലി ഗോ ഫോർ clipper circuit. For example,
here we can have a reference voltage. So diode. നിങ്ങൾക്കിത് മനസ്സിലാവാനായിട്ട് കുറച്ച് വാല്യൂസ് ഞാൻ ഇടാം. കാരണം റെഫറൻസ് വോൾട്ടേജ് പറയുന്നതിനേക്കാളും കുറച്ച് വാല്യൂസ് ആയിരിക്കും നിങ്ങൾക്ക് നല്ലത്. കൺസിഡർ ഐ ആം അപ്ലൈയിങ് എ 3 voltage plus 3 voltage supply, 3 voltage supply. This is 10 sin omega t. 10 sin omega t means its peak voltage is 10 voltage, minus peak voltage is minus 10 voltage, plus peak voltage is plus 10 voltage, and this is plus 10 sin omega t, and we are taken output from across this load resistance. Okay. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ തൊട്ട് എല്ലാത്തിൻ്റെയും ട്രാൻസ്ഫർ കർവോടെ വരയ്ക്കണം. വേവ് ഫോമും ട്രാൻസ്ഫർ കർവും. നമുക്ക് ഇങ്ങനെ ഒരു സർക്യൂട്ട് തന്നിട്ട് അതിൻ്റെ ഐദർ വേവ് ഫോം ആയിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ കർവ് ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ. അപ്പം കൺസിഡർ ഐ എം അപ്ലൈയിങ് ദ ഇൻപുട്ട് വേവ് ഫോം and output waveform. So this is a waveform, V input, and this is plus 10 voltage, minus 10 voltage, 10 voltage. Okay, this is positive, and this is negative, this is positive, this is my V. I have to find what is the output from this waveform. So V out. Okay. Okay, here we can have a reference voltage, DC voltage കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ DC വോൾട്ടേജ് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? ഇപ്പോൾ എൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് 0 വോൾട്ടേജ് ആണെന്ന് വിചാരിക്കുക. ഈവൻ ഇൻ മൈ ഇൻപുട്ട് വോൾട്ടേജ് 0 വോൾട്ടേജ്. ജസ്റ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണെന്ന് വിചാരിക്കുക. അതായത് വോൾട്ടേജ് ഒന്നും കൊടുത്തിട്ടില്ല, ക്ലോസ്ഡ് കണ്ടീഷനിലാണെന്ന് വിചാരിക്കുക ഇൻപുട്ട് വോൾട്ടേജ്. വാട്ട് വിൽ ഹാപ്പൻ? ദിസ് ഡയോഡ് ഈസ് ഇൻ ഫോർവേഡ് ബയാസ് ഓർ റിവേഴ്സ് ബയാസ് ഡ്യൂ ടു ദിസ് സെൽ ബാറ്ററി. ഈ ബാറ്ററി മൂലം ഡയോഡ് ഫോർവേഡ് ബയാസ് ആണോ റിവേഴ്സ് ബയാസ് ആണോ, എക്സ്റ്റേണൽ ഇൻപുട്ട് വോൾട്ടേജ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഫോർവേഡ് ബയാസ് ആയിരിക്കും. എത്ര വോൾട്ടേജ്? 3 വോൾട്ടേജ് ഫോർവേഡ് ബയാസ് ആയിരിക്കും. വെരി ഗുഡ്. സോ ബിക്കോസ് നെഗറ്റീവിലേക്കാണ്, പോസിറ്റീവ് ഇത് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവിലേക്കാണ് കാണിച്ചത്. 3 വോൾട്ടേജ് ഫോർവേഡ് ബയാസ് ആയിരിക്കും. സോ ഈ ഡയോഡ് ഇപ്പോൾ സിഗ്നലൊന്നും അപ്ലൈ ചെയ്യാത്തപ്പോൾ ഈവൻ 0 വോൾട്ടേജ് ആയിരിക്കുമ്പോൾ പോലും ഈ ഡയോഡ് ക്ലോസ്ഡ് സ്വിച്ച് ആണ്, ആൻഡ് ഓൾസോ 3 വോൾട്ടേജ് ഫോർവേഡ് ബയാസ് ആണ്. 3 വോൾട്ടേജ് ഫോർവേഡ് ബയാസ് ആണ്. സോ there will be a current flow through the load resistor. എങ്ങനെയാണ് ഈ കറണ്ടിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത്? താഴ്ത്തുനിന്ന് മുകളിലേക്കാണ്. താഴ്ത്തുനിന്ന് മുകളിലേക്ക് പോകുന്ന കറണ്ടിനെ നമ്മൾ നെഗറ്റീവ് കറണ്ട് ആയിട്ടാണ് എടുക്കുന്നത്. കാരണം എന്താണ്? പോസിറ്റീവ് സൈക്കിളിൽ നമ്മൾ ഈ ഇതൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ പോസിറ്റീവ് സൈക്കിളിൽ ഹിയർ ഇറ്റ് ഈസ് പോസിറ്റീവ്, ഹിയർ ഇറ്റ് ഈസ് നെഗറ്റീവ് എന്നാണ് പറയുന്നത്. സോ കറണ്ടിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കറണ്ടിൻ്റെ ഫ്ലോ എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം മുകളിൽ നിന്ന് താഴത്തേക്കുള്ള കറണ്ടിനെയാണ് ഞാൻ ടോപ്പ് പൊസിഷനിൽ നിന്നും ബോട്ടം പൊസിഷനിലേക്കുള്ള കറണ്ടിൻ്റെ ഫ്ലോയാണ് നമ്മൾ പോസിറ്റീവ് കറണ്ടായിട്ട് എടുത്തുകൊണ്ടിരുന്നത്, അല്ലേ? നെഗറ്റീവ് കറണ്ടായിട്ട് എടുത്തത് ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്. സോ ബോട്ടം ടു ടോപ്പ് കറണ്ടിനെയാണ് നമ്മൾ നെഗറ്റീവ് കറണ്ടായിട്ട് എടുത്തുകൊണ്ടിരുന്നത്. സോ ഇൻ ദിസ് കണ്ടീഷനിൽ 0 വോൾട്ടേജ് ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഡയോഡ് ഫോർവേഡ് ബയാസ് ആണ്. നമ്മൾ ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് സെൽ ഇതിലൂടെ ആയ കാരണം കറണ്ടിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. കറണ്ടിൻ്റെ ഫ്ലോ ഇങ്ങനെ കറണ്ടിൻ്റെ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോട്ടം പൊസിഷനിൽ നിന്ന് ടോപ്പ് പൊസിഷനിലേക്കായിരിക്കും. അപ്പോൾ ഈവൻ ഇൻ 0 വോൾട്ടേജ്, what will be the voltage across the load resistor? Load resistor will be minus 3 voltage. Is it okay? Clear ആയോ നിങ്ങൾക്ക്? So I have a minus 3 voltage here, minus 3 voltage. So even in my 0 voltage, I have minus 3 voltage at the output. Output minus 3 voltage on top. Then I am applying a
positive potential because of a positive cycle. Here, even in my zero signal, I have a minus 3 voltage at the output. DC voltage minus 3 voltage ഉണ്ട്. ഇനി ഞാൻ എൻ്റെ പോസിറ്റീവ് സൈക്കിൾ അപ്ലൈ ചെയ്യുകയാണ്. ഇനീഷ്യലി ഐ ആം അപ്ലൈങ് എ +1 വോൾട്ടേജ് 2 3 4. ഇതൊരു റാമ്പ് പോലെ സിഗ്നലാണ്. സൈനസോയിഡ് സിഗ്നൽ ആണെങ്കിലും ഇൻക്രീസ് ചെയ്യുന്ന ഒരു സിഗ്നലാണ്. 1 2 3 4 5 6 7 8 9 10. ദെൻ 10ൽ നിന്ന് കുറഞ്ഞു വരുന്ന സിഗ്നലാണ്. ഇനീഷ്യലി ഐ ആം അപ്ലൈങ് 1 വോൾട്ടേജ്. ഇവിടെ ഒരു 1 വോൾട്ടേജ് ഉണ്ടെന്ന് വിചാരിക്കുക. 1 വോൾട്ടേജ് ഉണ്ടെങ്കിൽ ഈ സെല്ലിനെ ഒപ്പോസ് ചെയ്യുന്ന വോൾട്ടേജ് ആയിരിക്കും. കാരണം എന്താണ്? ഹിയർ ഇറ്റ് ഈസ് പ്ലസ്, ഹിയർ ഇറ്റ് ഈസ് മൈനസ്. ബിക്കോസ് ഇൻ പോസിറ്റീവ് സൈക്കിൾ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. നമുക്കറിയാം ബാറ്ററിയിൽ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുക? ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ആഡ് ചെയ്യണമെങ്കിൽ ഈ ബാറ്ററിനെ ആഡ് ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് നെഗറ്റീവ് സെല്ല് വേണം, ദെൻ പോസിറ്റീവ് സെല്ല് വേണം, ദെൻ നെഗറ്റീവ് സെല്ല് വേണം, പോസിറ്റീവ് സെല്ല് വേണം. ഇവിടെ ഞാനൊരു പോസിറ്റീവ് സെല്ല് ബാറ്ററിയുടെ കണക്ട് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ഒരു സെല്ലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഇതിനെ ഒപ്പോസ് ചെയ്യുന്ന വോൾട്ടേജ് ആയിരിക്കും ഇത് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. സോ ഇവിടെ ഞാനൊരു പോസിറ്റീവ് പൊട്ടൻഷ്യലാണ് അപ്ലൈ ചെയ്യുന്നത്. കാരണം എന്താണ്? ഈ പോസിറ്റീവ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നത് കാരണം ഈ 3 വോൾട്ടേജ് ബാറ്ററീനെ ഒപ്പോസ് ചെയ്യുന്നൊരു വോൾട്ടേജാണ് ഞാനിപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒപ്പോസ് ചെയ്യുന്ന വോൾട്ടേജ് ആകുമ്പം ഞാനൊരു 1 വോൾട്ടേജ് ഇപ്പം ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് 1 വോൾട്ടേജ് ആയി കഴിയുമ്പം ഇൻ എഫക്റ്റീവ് ഈ ബാറ്ററിയുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് 2 വോൾട്ടേജേ ഉണ്ടാവുകയുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? സോ ഇനി പോസിറ്റീവ് പൊട്ടൻഷ്യലിൽ ഞാനിവിടെ ഒരു 1 വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻ എഫക്റ്റ് എനിക്ക് കിട്ടുന്നത് 2 വോൾട്ടേജ് ആയിരിക്കും കിട്ടുന്നത്. സോ ഇറ്റ് വിൽ ബി 2 വോൾട്ടേജ്. ദെൻ ഐ അപ്ലൈങ് 2 വോൾട്ടേജ്. ഹിയർ ഇറ്റ് ഈസ് 2 വോൾട്ടേജ്. സോ ദ നെറ്റ് എഫക്റ്റ് വോൾട്ടേജ് ഈസ് 1 voltage. So it will be minus 1 voltage. Okay. Then like that, if we apply 3 voltage, it will be completely so this is the 3 voltage. So this is the plus 3 voltage. Whenever it reaches plus 3 voltage, so the effect of this battery will be 0. Because I know oppose ചെയ്യുന്ന ഒരു 3 voltage തന്നെ ഞാൻ in effect കൊടുത്തു. So it will be like this. It will be like this. Okay. ഇൻപുട്ട് വോൾട്ടേജ് 3 വോൾട്ടേജ് പ്ലസ് 3 വോൾട്ടേജ് ആകുമ്പോൾ എന്ത് സംഭവിച്ചു? ഈ ബാറ്ററിയുടെ എഫക്റ്റ് കംപ്ലീറ്റ്ലി തീർന്നു. സോ ഇൻ എഫക്റ്റ് ഈ ഡയോഡിൽ വരുന്ന ബയാസിങ് എന്ന് പറയുന്നത് 0 വോൾട്ടേജ് ആയിരിക്കും. കാരണം ഇതിനെ ഒപ്പോസ് ചെയ്യുന്ന 3 വോൾട്ടേജ് കൊടുക്കും. ഇനി വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ഐ അപ്ലൈ 3.1 വോൾട്ടേജ്, 3.2 voltage? Again it will be increasing voltage. Again the input voltage is an increasing voltage. ഇനിയും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 4 വോൾട്ടേജ് ആയി കഴിഞ്ഞാൽ ഇൻ എഫക്റ്റ് എന്ത് കിട്ടും? 1 വോൾട്ടേജ് പോസിറ്റീവ് വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം 3 വോൾട്ടേജിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു 1 വോൾട്ടേജ് അവിടെ കിട്ടി, ഒപ്പോസ് ചെയ്യുന്ന 4 വോൾട്ടേജ് കിട്ടി, ഇൻ എഫക്റ്റ് കിട്ടുന്ന 1 വോൾട്ടേജ് ആയിരിക്കും. സോ ദാറ്റ് 1 വോൾട്ടേജ് വിൽ ബി ആക്ട് ആസ് എ റിവേഴ്സ് ബയാസ് ഫോർ ദി ഡയോഡ്. കാരണം ഇത്ര നേരം ഫോർവേഡ് ബയാസ് ആയിരുന്നു ഡ്യൂ ടു ദി സെല്ല്. ഇനി ഒരു 4 വോൾട്ടേജ് ഇനി എക്സീഡ് ചെയ്യുന്ന 4 വോൾട്ടേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിസ് വിൽ ബി റിവേഴ്സ് ബയാസ് ദ ഡയോഡ് റിവേഴ്സ് ബയാസ് ആയാൽ ഓപ്പൺ സ്വിച്ച് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്ന. ഓപ്പൺ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ we will not get any output. So at that time we will not get any output. So up to this value, up to 3 വോൾട്ടേജിന് എപ്പോഴൊക്കെ കൂടുതലായിട്ട് പോകുന്നു അപ്പോൾ എനിക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ടാവില്ല. Again what will happen in this portion? In this portion same will happen here. What happened to this negative cycle? In this negative cycle we can have here it is negative, here it is positive. So ഈ സെല്ലിനെയോട് ആഡ് ചെയ്യുന്നൊരു വോൾട്ടേജ് ആയിരിക്കും കിട്ടുക. എൻ എഫക്റ്റ് കിട്ടാൻ പോകുന്ന this 3 voltage plus this voltage ആയിരിക്കും. So it will be like this. So in the negative cycle it will be the same waveform. So it will be the peak voltage will be minus 13 voltage. So negative cycle നമുക്ക് കിട്ടാൻ പോകുന്നത് 3 voltage plus that negative cycle voltage ആയിരിക്കും. കാരണം ഇത് ആഡ് ചെയ്യുന്ന ഒരു വോൾട്ടേജ് ആയിരിക്കും വരുന്നത്. It will be like this in this negative cycle. Okay. So this is the waveform, the output waveform. If we draw like this, you can have an output waveform like this. Okay.
ക്ലിയർ ആയോ? ഈ ഐഡിയ ക്ലിയർ ആയോ? ആർക്കും ഡൗട്ട് ഉണ്ടോ? ഇത് ക്ലിയർ ആണോ ഈ ഐഡിയ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. സോ ഹൗ യു ക്യാൻ ഡ്രോ ദ ട്രാൻസ്ഫർ കർവ്? എങ്ങനെയാണ് ട്രാൻസ്ഫർ കർവ് വരയ്ക്കാൻ പറ്റുക? ജസ്റ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ, how we can draw. സോ ട്രാൻസ്ഫർ കർവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്ക പ്രോബ്ലത്തിലും നിങ്ങൾക്ക് ട്രാൻസ്ഫർ കർവ് ആയിരിക്കും തരുന്നത്, ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോം തരാറില്ല. സോ ദിസ് ഇസ് പ്ലസ് വി ഇൻ മൈനസ് വി ഇൻ പ്ലസ് വി ഔട്ട് minus V out. So initially for even my input voltage is 0 voltage, my output voltage is minus 3 voltage. So consider this is minus 3 voltage, minus 3 voltage. Okay, when I increase my voltage, V is increasing, is 1 voltage, output voltage is 2 voltage. It will be like this. When now reaches plus 3 voltage, my output voltage is 0. Output voltage is 0. This is 0 volt. So any other increase is 0 voltage in the area. So in positive cycle, it will be like this. Okay. This is the maximum voltage. In this example, this is 10 voltage. Upon 3 plus 10 voltage, output voltage and 0 voltage. It will be like this. Okay. What happened to the negative cycle? If I apply negative 1 voltage, my voltage will be negative 4 voltage. It will be like that. Okay. So consider this is minus 10 voltage. At that time, my output voltage will be minus 13 voltage. Okay. So my transfer curve will be look like this. Sorry. This is my transfer curve. അപ്പോൾ ഇങ്ങനെ ഒരു വരയായിരിക്കും നമ്മുടെ ട്രാൻസ്ഫർ കർവ്, ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ. നമ്മളിപ്പോൾ നമ്മുടെയൊക്കെ പ്രോബ്ലംസൊക്കെ CROയിലൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ പ്രാക്ടിക്കൽ സർക്യൂട്ട്. അപ്പോൾ പ്രാക്ടിക്കൽ സർക്യൂട്ടിൽ നമ്മൾ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും CROയിലേക്ക് കണക്ട് ചെയ്ത് അതിൻ്റെ XY എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. XYയിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ടിൻ്റെ ഈ ട്രാൻസ്ഫർ കർവ് റിലേഷൻ ആയിരിക്കും കിട്ടുക. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വേവ് ഫോം ആയിരിക്കും കിട്ടുക. നമുക്കറിയാം, നമുക്ക് CRO ഒക്കെ ഡ്യുവൽ ചാനൽ CRO ഉണ്ട്. ഡ്യുവൽ ചാനൽ CROയിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും ഒരുമിച്ച് കാണാൻ പറ്റുന്ന CRO ആണ് ഡ്യുവൽ ചാനൽ CRO എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇൻപുട്ട് വേവ് ഫോം കാണാൻ പറ്റും, ഔട്ട്പുട്ട് വേവ് ഫോം കാണാൻ പറ്റും. അത് XY മോഡിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രാൻസ്ഫർ കർവ് കിട്ടും. അപ്പോൾ XY മോഡ് എന്ന് പറഞ്ഞ മോഡിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു വര മാത്രമായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇതെങ്ങനെയാണ് ഈ വേവ് ഫോം വന്നതെന്ന്? നിങ്ങൾക്ക് ഈ ഐഡിയ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റും. വേവ് ഫോം വെച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് വന്നത്. ഇതിനകത്ത് ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഡൗട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത പ്രോബ്ലം നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം, നിങ്ങൾ തന്നെ ചെയ്യണം. ഞാനിപ്പം ഈ വേവ് ഫോം ഇങ്ങനെ വരച്ചു. ഇനി എൻ്റെ ഈ ഡയോഡിൻ്റെ പൊസിഷൻ ഞാനൊന്ന് റിവേഴ്സ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഫ്രണ്ട്സ്, ഐ റിവേഴ്സിങ് ദ ഡയറക്ഷൻ ഓഫ് ദിസ് ഡയോഡ് പൊസിഷൻ. ഓക്കെ, സിമിലർ സംഭവം തന്നെയാണ് കിട്ടാൻ പോകുന്നത്. എന്താണ് അതിനകത്ത് ചേഞ്ച് വരിക? ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോമിൽ ചേഞ്ച് വരിക എന്ന് പറയാം. അപ്പോൾ ഈ ഡയോഡിൻ്റെ പൊസിഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്, റിവേഴ്സ് ചെയ്യുകയാണ്. ഓക്കെ,
So in that I am applying the same voltage. 3 voltage തന്നെയാണ്. ഇൻപുട്ട് വോൾട്ടേജ് സെയിം ആണ്, 10 sin omega t തന്നെയാണ്. Except this diode position is changing. Diode position is changing. This is the load resistance. This is my 10 sin omega t. I am applying here. This is my V out. This is my V out. Okay. So I am applying positive and negative cycle. Voltage. This is my V in. This is my V out. You just draw what is my V out. എന്തായിരിക്കും എൻ്റെ V out എന്ന് പറയുന്നത് നിങ്ങൾ വരച്ച് നോക്കി, വേവ് ഫോം ഒന്ന് വരച്ച് നോക്കി. നിങ്ങൾക്ക് ഐഡിയ ക്ലിയർ ആയെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇത് നിങ്ങൾ തന്നെ ഒന്ന് വരച്ച് നോക്കുക.